AV ജയശങ്കർ കൂടി ചേരുകയാണ്. ജയശങ്കർ, കളക്ടർ കഴിഞ്ഞ ദിവസവും ഇന്നും അതേപോലെ ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ ക്വാറിക്ക് അനുമതിയുണ്ട്, എന്നാൽ ക്രഷറിക്ക് അനുമതിയുണ്ടോ, ക്രഷർ യൂണിറ്റിന് അനുമതിയുണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്നാണ് കളക്ടർ പറയുന്നത്. നിരവധി പരാതികളും അവിടെ നിന്ന് ലഭ്യമാണ്. ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം അനുമതി ലഭിച്ച സ്ഥലത്ത് തന്നെ ആയിരുന്നോ ഇത് പ്രവർത്തിച്ചിരുന്നത്? ഇക്കാര്യമൊക്കെ അന്വേഷിക്കുമല്ലോ അല്ലേ? അതായത് ക്രിസ്റ്റീന, ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് വിശദമായ ഒരു അന്വേഷണം നടത്തുമെന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ക്വാറിക്ക് ഫെബ്രുവരി മാസം 2026 വരെ പ്രവർത്തനാനുമതി ഉണ്ടായിരുന്നു എന്ന് കളക്ടർ നിലവിൽ പറയുന്നു. ഒപ്പം തന്നെ ഈ മറ്റേ മൈനിങ് യൂണിറ്റിന് അനുമതി ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അക്കാര്യം പരിശോധിച്ച ശേഷം വ്യക്തമാക്കുമെന്നാണ് കളക്ടർ പറയുന്നത്. നിലവിൽ ഈ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് നൽകിയ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് ഇത്തരത്തിൽ ഇതിന് അനുമതി ഉണ്ട് എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ നിലവിൽ വ്യക്തമാക്കുന്നത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ അപകട സ്ഥലത്തുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് ജില്ലാ കളക്ടർ തന്നെ നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ഇക്കാര്യങ്ങളിൽ ഇതിന്റെ സാങ്കേതികത്വവും മറ്റു കാര്യങ്ങളും ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയായതിനു ശേഷമായിരിക്കും ജില്ലാ ഭരണകൂടം പരിശോധിക്കുക. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിനാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ പരിശോധനകൾ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ട നിർദ്ദേശം നിലവിൽ ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ അവർ വിശദമായ റിപ്പോർട്ട് ഉടൻ തന്നെ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുമെന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ തൊഴിൽ വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട് ഈ തൊഴിൽ ചട്ടലംഘനം സംബന്ധിച്ച കാര്യങ്ങളിലും നിലവിൽ തൊഴിൽ വകുപ്പും പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. തൊഴിൽ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിലവിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ ദൗത്യ സംഘം അപകട സ്ഥലത്തിറങ്ങി അവിടെ ഈ റോപ്പ് ഉപയോഗിച്ച് ബന്ധിച്ച ഈ അപകടത്തിൽപ്പെട്ട ക്രെയിൻ ഉയർത്താനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്രെയിനിന് മുകളിൽ പാറക്കല്ലുകൾ ഉൾപ്പെടെ കുമിഞ്ഞുകൂടിയത് ഈ ദൗത്യത്തിന് വലിയ തോതിലുള്ള വെല്ലുവിളിയായി നിലവിൽ മാറിയിരിക്കുകയാണ്. ബീഹാർ സ്വദേശി അജയ് കുമാർ റായ്ക്ക് വേണ്ടിയാണ് നിലവിൽ ഈ തിരച്ചിൽ തുടരുന്നത്. ഈ ഫയർഫോഴ്സിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമായി ബന്ധപ്പെട്ട രണ്ടുപേരും ഒരു NDRF അംഗവുമാണ് നിലവിൽ ഹിറ്റാച്ചിക്ക് മേൽ റോപ്പ് കുരുക്കി പൊക്കാനുള്ള ശ്രമത്തിന്റെ ദൗത്യത്തിന്റെ ഭാഗമായിരിക്കുന്നത്. ഈ ഫയർഫോഴ്സിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അംഗങ്ങളായ അമൽരാജ്, സജി എന്നിവരാണ് നിലവിൽ ഈ ദൗത്യത്തിന്റെ ഭാഗമായി ഇന്നലെ ഉണ്ടായ അപകട സ്ഥലത്ത് നിലവിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇവർ ഹിറ്റാച്ചിക്ക് മുകളിൽ റോപ്പ് ബന്ധിപ്പിച്ച് അത് ഉയർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. നേരത്തെ ഷഫീദ് സൂചിപ്പിച്ചതുപോലെ ആവശ്യമെങ്കിൽ കൂടുതൽ പേരെ താഴേക്കിറങ്ങും. ആദ്യഘട്ടത്തിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് 3 പേരെ ഇറക്കിക്കൊണ്ട് ഈ ദൗത്യം ആരംഭിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. രാവിലെ 7 മണിയോടുകൂടി തന്നെ ഇങ്ങോട്ട് ദൗത്യസംഘം എത്തിയെങ്കിൽ പോലും പ്രതികൂല കാലാവസ്ഥ, ഈ ടെറൈന്റെ പ്രത്യേകതയൊക്കെ തന്നെ ഈ ദൗത്യം വൈകാനുള്ള ഒരു കാരണമായി. ഇപ്പോഴെന്തായാലും ദൗത്യം ആരംഭിച്ചിരിക്കുന്നു. സംയുക്തമായി NDRFും ഫയർഫോഴ്സിന്റെ ടാസ്ക് ഫോഴ്സും സംയുക്തമായാണ് ഈ ഒരു ദൗത്യം നിലവിൽ നടത്തുന്നത്. എന്തായാലും ഈ വലിയ പാറക്കെട്ടുകൾ വലിയ പ്രതിസന്ധിയാണ്. ഒപ്പം തന്നെ ഈ ഫയർഫോഴ്സ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ ദൗത്യം തുടരുന്നതിനിടയിലും നമുക്ക് ക്യാമറ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാകാത്ത രീതിയിൽ ചെറിയ തോതിൽ ഈ പാറകൾ താഴേക്ക് കൊഴിയുന്നുണ്ട്. അത് ഒരു പ്രതിസന്ധിയാണെന്ന് ഫയർഫോഴ്സ് നിലവിൽ പറയുന്നു. ഇങ്ങനെ സൂക്ഷ്മമായ അളവിൽ പാറകൾ മണിക്കൂറുകളോളം കൊഴിഞ്ഞാൽ അത് വലിയ തോതിൽ വീണ്ടും ഇത്തരത്തിൽ പാറ ഇടിഞ്ഞ് വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അപകടകരമായ ഒരു അവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ടെന്ന കാര്യവും ഫയർഫോഴ്സ് എന്തായാലും പറയുന്നുണ്ട്. വലിയ അപകടം നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഈ ദൗത്യ സംഘത്തിന്റെ ദൗത്യം പുരോഗമിക്കുന്നത്. എന്തായാലും ഈ അപകടത്തിൽപ്പെട്ട ഇനി കണ്ടെത്താനുള്ള ബീഹാർ സ്വദേശി ഷിയുടെ ജീവൻ അത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഒരു ദൗത്യം പൂർത്തിയാക്കുക, അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് അറിയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിലവിൽ ഈ ദൗത്യം ഫയർഫോഴ്സും NDRFും മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും വീണ്ടും ഒരു NDRFിന്റെ ഒരു അംഗം കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. കൂടുതൽ പേർ അപകട സ്ഥലത്തേക്ക് ഇറങ്ങുന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. റോപ്പ് കെട്ടി വളരെ സാവധാനത്തിൽ ശ്രദ്ധിച്ചാണ് ഈ ഒരു ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നലെ ഈ അപകടമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 3-ലധികം തവണ ഇത്തരത്തിൽ പാറകൾ വീണ്ടും ഇടിയുന്ന സാഹചര്യം ഉണ്ടായി. ഇത് സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെ മാധ്യമങ്ങളെ കാണുന്ന സമയത്തടക്കം ഇത്തരത്തിൽ നിരന്തരമായി പാറകൾ ഇടിയുകയും അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. എന്തായാലും ആ കാര്യത്തിലെല്ലാം തന്നെ കരുതൽ എടുത്തുകൊണ്ടാണ് നിലവിൽ ഈ ദൗത്യസംഘ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഹിറ്റാച്ചിയിൽ റോപ്പ് ബന്ധിപ്പിച്ച ഈ ഹിറ്റാച്ചി മുകളിലേക്ക് ഉയർത്താനുള്ള ഒരു ശ്രമമായിരിക്കും എന്തായാലും ആദ്യഘട്ടത്തിൽ നിലവിൽ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് വിജയിച്ചില്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കും. നിലവിൽ എന്തായാലും ഹിറ്റാച്ചിക്ക് മുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പാറക്കല്ലുകൾ, കെട്ടുകൾ അത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അതിനെല്ലാം മറികടന്നുകൊണ്ട് വേണം ഈ ദൗത്യത്തിലേക്ക് പോകാൻ. എന്തായാലും ഈ അപകടത്തിൽപ്പെട്ട കാണാതായ ബീഹാർ സ്വദേശിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇവിടെ നടക്കുന്നത്. അദ്ദേഹം ജീവനോടെ തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷ സ്വാഭാവികമായും ഉദ്യോഗസ്ഥർക്കില്ല. കാരണം അത്രമാത്രം വലിയ പാറക്കല്ലുകളാണ്
ഹിറ്റാച്ചിക്ക് മുകളിൽ കഴിഞ്ഞ ദിവസം പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ ഹിറ്റാച്ചി അപകടത്തിൽ പൂർണ്ണമായും തകരുന്ന സാഹചര്യം ഉണ്ടായി. ഡ്രൈവിംഗ് ക്യാബിനിലായിരുന്നു ഈ അപകട സമയത്ത് ഈ തൊഴിലാളി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് മുകളിലേക്ക് ഇത്തരത്തിൽ കല്ല് പതിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉദ്യോഗസ്ഥർ കാണുന്നത്. പക്ഷെ അപ്പോഴും അവസാന നിമിഷം വരെ ഈ ഒരു പരിശോധന തുടരാനാണ് ജില്ലാ കളക്ടർ നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി ഹിറ്റാച്ചിക്ക് മുകളിൽ ഹുക്ക് ബന്ധിപ്പിച്ച് ഹിറ്റാച്ചി ഉയർത്താനുള്ള ഒരു ശ്രമം നിലവിൽ 4 NDRFന്റെയും ഈ ഫയർഫോഴ്സിന്റെയും 4 അംഗങ്ങൾ വീതമുള്ള അംഗങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഒരു ശ്രമം നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. ആ ദൗത്യം അല്പസമയത്തിനകം തന്നെ വിജയം കാണുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അത്രമാത്രം ഈ ഇന്നലെ ഈ അപകടമുണ്ടായ ഘട്ടം മുതൽ ഫയർഫോഴ്സും ടാസ്ക് ഫോഴ്സും എല്ലാം അത്രമാത്രം ഒരു ശ്രമം ഇവിടെ നടത്തുന്നുണ്ട്. 3:30 അപകടം വിവരം പുറത്തേക്ക് വരുന്നു. അതിനുശേഷം ആദ്യ മിനിറ്റിൽ തന്നെ ഫയർഫോഴ്സിനോട്ട് ഓടി ഫയർഫോഴ്സിനൊന്നും എത്തിച്ചേരാൻ പറ്റാത്ത അത്രമാത്രം പാറക്കല്ലുകൾ കുമുകുമാം വീഴുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. ആ ഘട്ടത്തിൽ പോലും ഫയർഫോഴ്സ് അങ്ങോട്ട് ഇറങ്ങുകയും ആ പരിശോധനകൾ നടത്തുകയും ഒരാളെ ജീവനറ്റ രീതിയിൽ ഒരാളുടെ ശരീരം കണ്ടെത്തുകയും ചെയ്തു. മറ്റൊരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഇവിടെ എന്തായാലും. ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.